അല്പസമയത്തിനകം ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അത് പൂരത്തിലെ ഒരു ആവേശ കാഴ്ച തന്നെയാണ് ആ ദ്രുതതാളം എന്ന് പറയുന്നത്. അതിനുശേഷം വൈകിട്ടാണ് കുടമാറ്റം നടക്കേണ്ടത്. വർണ്ണ വിസ്മയങ്ങൾ ചൊരിയുന്ന കുടമാറ്റം അത് വൈകിട്ട് 5:30 നടക്കും. അതിനുവേണ്ടിയും പൂരപ്രേമികൾ കാത്തിരിപ്പിലാണ്. ഇന്നലെ മുതൽ തന്നെ ഈ പൂരാവേശത്തിൻ്റെ ഭാഗമായതാണ് അവിടെയുള്ള ആളുകളൊക്കെ. അങ്ങനെ വലിയ ആവേശ കാഴ്ചയായി ഇതിനോടകം പൂരം മാറിയിട്ടുണ്ട്. ഇലഞ്ഞിത്തറ മേളം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി പൂരപ്രേമികളെ ആവേശഭരിതരാക്കുന്ന ഒരു കാര്യം. അതിനുശേഷം വൈകിട്ടായിരിക്കും കുടമാറ്റം നടക്കുക. വർണ്ണവിസ്മയങ്ങൾ ഒളിപ്പിക്കുന്ന കുടമാറ്റം. എന്തൊക്കെ സസ്പെൻസ് ഉണ്ട് ഈ കുടമാറ്റത്തിൽ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എല്ലാ കാലത്തും പൂരം നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കുടമാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്നുള്ള ഒരു സസ്പെൻസ് ഉണ്ട്. അത് ഇത്തവണയും അതേപടി നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. വീണ്ടും എസ് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, അപ്പോൾ ഇനി ഇലഞ്ഞിത്തറ മേളമാണ് ഇനി നടക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ ഒന്നടങ്കം. അവിടെ വലിയ ആവേശക്കാഴ്ചയുണ്ട്. ഇത്തവണ വലിയ ജനപങ്കാളിത്തമുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ പൂരപ്പറമ്പിലേക്ക് എത്തുക അത് സർവ്വസാധാരണമാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല. രാവിലെ സംസാരിക്കുന്ന ആളുകളൊക്കെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലായി അവിടെ നിന്ന് എത്തിയ ആളുകളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ട്, വിദേശികളുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും പൂരാവേശമാണ്. അവിടെയുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ തൃശ്ശൂർ പൂരം അതൊരു വികാരമായി പടർന്നു കഴിഞ്ഞിരിക്കുന്നു. സ്ഥിരമായി പൂരത്തിന് വരുന്നവരുണ്ട്, ആദ്യമായി പൂരം കണ്ട് ആസ്വദിക്കാൻ എത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഈ പൂരക്കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ. അത് തൃശ്ശൂർ പൂരം എന്നുള്ള വികാരമാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരേ ഒരു വികാരമായി തൃശ്ശൂർ പൂരം മാറുന്നു. അതിൻ്റെ ആവേശ കാഴ്ചകൾ മാറുന്നു. രാവിലെ മുതൽ നമ്മളതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ചെറിയ ചെറിയ ആഘോഷങ്ങളായി അവിടേക്ക് ആളുകൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഘടകപൂരങ്ങളുടെ വരവ് കണ്ടതാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അവിടേക്ക് തിടംപേറ്റി വരുന്നത് നമ്മൾ കണ്ടതാണ്. അത് കാണുമ്പോൾ അവിടുത്തെ ആളുകൾ ആർപ്പ് വിളിച്ചത് നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അങ്ങനെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും എത്തിയ ആളുകളുടെ സാന്നിധ്യം ഉണ്ട് അവിടെ. അങ്ങനെ വലിയ ആവേശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള ഒരുക്കങ്ങൾ ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പൂരത്തിലെ അടുത്ത ആവേശ കാഴ്ചയാണ്. അതിന് ശേഷം പിന്നീട് ഈ കുടമാറ്റത്തിനായുള്ള കാത്തിരിപ്പിലാണ്. വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന കുടമാറ്റം അത് എല്ലാ തവണയും പൂരത്തിലെ വിസ്മയക്കാഴ്ചയാണ്, ആവേശക്കാഴ്ചയാണ്, സസ്പെൻസ് കാഴ്ചയാണ്. അതിന് ഇത്തവണയും മാറ്റമില്ല. നേരത്തെ രാവിലെ മുതൽ സംസാരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ പൂരത്തിൽ വലിയ ജനപങ്കാളിത്തമുണ്ട് എന്നുള്ളത്. അതെല്ലാ കാലത്തും ഉള്ളതാണെങ്കിൽ കൂടിയും കഴിഞ്ഞ തവണ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളുണ്ട്, ഉണ്ടായ ചില വിവാദങ്ങളുണ്ട്. അതിനൊക്കെ ശേഷം ഭരണകൂടം ജാഗ്രത കാണിക്കുന്നു, ഉണർന്നു പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പിഴവുകളൊന്നുമില്ലാതെ പൂരത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നുള്ളത് അവിടുത്തെ അധികാര സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അവർ അത് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എസ് ശ്രീകാന്ത് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അപ്പോൾ ഇനിയും ഇലഞ്ഞിത്തറ മേളത്തിലേക്കല്ലേ ശ്രീകാന്ത്? ആ ദൃശ്യത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് വിദൂരതയിൽ പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഇതാ കിഴക്കേ ഗോപുരം കടക്കുന്നതിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പിലാണ്. അത് നേരെ നോക്കിയാൽ കാണാം ഗുരുവായൂർ നന്ദനെ കാണാം. ഒത്ത നടുക്കായി ആ മസ്തകമുയർത്തി ആ തലപ്പക്കത്തോടെ നിൽക്കുന്ന ആ ഗജവീരൻ, അവനാണ് ഗുരുവായൂർ നന്ദൻ. അതിന് ഇരുവശത്തുമായി അവനൊപ്പം മറ്റ് 14 ഗജവീരന്മാരെയും കാണാം. ആകെ 15 ആനകളുടെ ഒരു എഴുന്നള്ളത്താണ് ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിയുടേതായി നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഉന്മേഷി കാണുന്നതാണ് പൂരനഗരി. ഇത് കിഴക്കേ ഗോപുരത്തിന് സമീപമാണ്. ഇതിനപ്പുറത്താണ് തെക്കേ നട വരുന്നത്. അവിടെയാണ് ഈ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനി നടക്കാൻ പോകുന്നത്. പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്തായി ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറാൻ പോകുന്നു. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ഗുരുവായൂർ നന്ദനത ഏറ്റവും മുന്നിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി ആ കിഴക്കേ ഗോപുരം കടക്കുന്നതിന് ഉള്ള കാത്തുനിൽപ്പിലാണ്. കിഴക്കേ ഗോപുരം കടന്ന് നേരെ പടിഞ്ഞാറേ നടയുടെ ഭാഗത്തേക്ക് പോയി അവിടെയാണ് പിന്നീട് ഇലഞ്ഞിത്തറ മേളം നടക്കാൻ പോകുന്നത്. അവിടെ മേളപ്രമാണി കിഴക്കോട്ടനിയന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം തന്നെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പാണ്ടിമേളമാണ്, അസുരതാളമാണ്
നടക്കുന്നത്. അതിനാൽ തന്നെ ഈ പറയപ്പെടുന്ന ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലല്ല ഈ അസുരതാളം വായിക്കുന്നത്, അത് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വായിക്കണം. അതാണ് ചട്ടം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഇലഞ്ഞിത്തറ മേളം നടക്കേണ്ടത്. അതാണ് ദൃശ്യം. ആ കാണുന്നതാണ് പ്രധാനപ്പെട്ട പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന്. ഗുരുവായൂർ നന്ദൻ കിഴക്കേ ഗോപുരം വഴി ഉള്ളിലേക്ക് കയറാൻ പോകുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പാണ് അവന്റെ മുകളിൽ ഉള്ളത്. അവനിപ്പോൾ ഈ ഗോപുരം കടന്ന് അകത്തേക്ക് കയറി പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അതിനുള്ള കാത്തിരിപ്പ്. അതിനുശേഷം കുടമാറ്റത്തിലേക്കാണ്. കുടമാറ്റം അല്പസമയം മുമ്പ് പാറമേക്കാവിന് തൊട്ടു മുന്നിൽ നമ്മൾ കണ്ടിരുന്നു. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഈ ആനകൾ അണിനിരന്ന് ഒടുവിൽ കുടകൾ അവർ അതിന്റെ സാമ്പിൾ കാണിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1 മണിക്കൂറായി ചുരുക്കിയിട്ടുണ്ട് ഇത്തവണത്തെ കുടമാറ്റം എന്നുള്ളതാണ്. പക്ഷേ ഈ 1 മണിക്കൂറിനുള്ളിൽ കാണിച്ച് വർണ്ണവിസ്മയം തീർക്കാൻ പാകത്തിലുള്ള കുടകൾ ഈ സാമ്പിൾ കാണിച്ചപ്പോൾ തന്നെ അവർ ഈ പാറമേക്കാവ് കാണിച്ചിരുന്നു. അത് നമ്മൾ കാണുകയും ചെയ്തു. ആലവട്ടവും വെഞ്ചാമരവും വീശി ഈ ഗജവീരന്മാർക്ക് മുകളിൽ അവർ അവരുടെ കുടകൾ നിരത്തുകയും ചെയ്തിരുന്നു. അതിന് ഈ തിരുവമ്പാടിയോടൊപ്പം അവർക്കൊപ്പം കിടപിടിക്കത്തക്ക തരത്തിലായിരിക്കും ഇനി അണിനിരത്താൻ പോകുന്നത്. ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇലഞ്ഞിത്തറ മേളത്തിനൊടുവിൽ നടക്കാൻ പോകുന്നത് ഇനി കുടമാറ്റത്തിലേക്കാണ്. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാം. അവർ കുറച്ചധികം സമയമായി അവിടെ ഇരിക്കുന്നതാണ്. ഉച്ചിപൊള്ളുന്ന വെയിലാണ്. ആ ഒരു പ്രയാസങ്ങളൊന്നും തന്നെ അവരുടെ മുഖത്ത് കാണാനില്ല. കാരണം വർഷത്തിലൊരിക്കൽ വരുന്നതാണ് ഈ പൂരം. ഇത് തൃശൂർ പൂരം എന്ന് പറയുന്നെങ്കിലും ഇത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സാംസ്കാരിക ആഘോഷം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇത് ആഘോഷിക്കാതെ എങ്ങനെ പോകും? അതാണ് ഈ പൂര വിളംബരത്തിന് എറണാകുളം ശിവകുമാർ ഈ തെക്കേ ഗോപുര നട തള്ളിത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിടം മുതൽ തുടങ്ങുന്നു ചടങ്ങുകൾ. അതിനുശേഷം നമ്മൾ ഇന്ന് കണ്ട ഒട്ടനവധി ചടങ്ങുകളുണ്ട്. ഇന്ന് മടത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിക്കുകയുണ്ടായി. ഇനി ഇലഞ്ഞിത്തറ മേളത്തിലേക്കാണ് പോകുന്നത്. ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിന്റെ മുകളിൽ ഒട്ടനവധി ആളുകൾ അവരിപ്പുണ്ട്. അവർ നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടിരുന്നു. ഈ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ ഈ ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ഉയർത്തി കുടകൾ ഉയർത്തി കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അവരുടെ പ്രതികരണം എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. കാരണം കുറച്ച് ഉയരത്തിലാണ്. ഒന്ന് താഴ്ന്നു അറിയോ? ഹലോ, കുഴപ്പമില്ല. വെയിൽ മാത്രമേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. അതെ, നല്ല വെയിലുണ്ട്. കുഴപ്പമില്ല. എന്തായാലും പൂരമല്ലേ, പൂരം ആസ്വദിക്കാണ്. അതെ, വർഷത്തിലൊരു പൂരമല്ലേ, അടിപൊളിയാക്കുണ്ട്. പരമാവധി പ്രതികരണങ്ങൾ ഉണ്ട്. ഇതിന്റെ ഇപ്പോ ഗുരുവായൂർ നന്ദൻ ഇപ്പോൾ ഇത് അല്പസമയത്തിനകം പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിയാലുടൻ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. ഇനി ഇലഞ്ഞിത്തറ മേളമാണ് നടക്കാൻ പോകുന്നത്. പൂരപ്രേമികൾ എല്ലാവരും തന്നെ ഈ കിഴക്കേ ഗോപുര നടക്ക് മുൻപിലായി അണിനിരന്നിട്ടുണ്ട്.